അപ്പോൾ എല്ലാം സാവധാനത്തിൽ വരുന്നത്. അപ്പോൾ ഇത് മഴൻ്റെ ചാറിലുള്ളത് കാരണം അയാൾ പെട്ടെന്ന് ഇത് ബ്രേക്ക് ചെയ്തേക്ക് പെട്ടെന്ന് തിരിഞ്ഞു കളഞ്ഞു ബാക്ക്. സ്ലോ മൂവിങ് ആണെങ്കിൽ ഈ റോഡുകളുടെ മോശാവസ്ഥ ഈ അപകടങ്ങൾക്കും ട്രാഫിക്കിനും വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇവിടെ കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും വലിയ ദുരിതമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ TVS ജംഗ്ഷനിലെയും HMT ജംഗ്ഷനിലെയും റോഡുകൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ മഴയ്ക്ക് പെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അത് ശരിയാക്കിയില്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ഇനിയും ഇവിടെ ഉണ്ടാവും. നമസ്കാരം. രാവിലെ 7:30 മണിയോടെയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. കളമശ്ശേരിക്ക് സമീപമാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. പൊന്നാനിയിൽ നിന്നും മീൻ വൈക്കത്ത് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം തിരികെ പാലിയേക്കരയ്ക്ക് പോവുകയായിരുന്നു ഈ വാഹനം. വരുന്ന വഴിയിലാണ് ഈ വാഹനം മറിഞ്ഞിരിക്കുന്നത്. അശ്രദ്ധമായ ഒരു ബൈക്ക് ഇവളുടെ മുന്നിലേക്ക് ഓവർടേക്ക് ചെയ്ത് വന്നതാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകാൻ കാരണമെന്നാണ് പറയുന്നത്. തൃശ്ശൂർ ഭാഗത്തേക്കായിരുന്നു ഇവർ പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് അപകടമുണ്ടായത്. ഈ വാഹനം ഓടിച്ചത് ബാദുഷ എന്ന പൊന്നാനി സ്വദേശിയാണ്. ഒപ്പം ഗോകുലും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ക്രെയിൻ ഇവിടെ എത്തിച്ച് ഈ വാഹനം ഇവിടെ നിന്നും മാറ്റുവാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഉള്ളത്. ഈ വാഹനത്തിനുള്ളിൽ മീനാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഗോകുല് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടുന്ന് ബൈക്കുകാരൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കയറിയതാണ്. വേറെ കാറിന് മറികടന്നിട്ട് ബ്രേക്ക് ചെയ്ത് ഡ്രൈവർ ബ്രേക്ക് ചെയ്തേക്ക് മഴ ഉള്ളത് കാരണം സ്കിഡായി ബാക്ക് നിറങ്ങി വയ്ക്ക് വണ്ടി കൊണ്ട് ഡിവൈഡറിലേക്ക് കയറി. രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എവിടെ പോയിട്ട് വരുന്നു? വൈക്കം വണ്ടിയിൽ മീൻ ചെറിയ 10 ഉള്ളൂ. അത് കുറേ നേരമുണ്ട്. അത് ഒരു 1.5 മണിക്ക് പാലിയേക്കര എത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാം സാവധാനത്തിൽ വരുന്നത്. അപ്പോൾ ഇത് മഴൻ്റെ ചാറിലുള്ളത് കാരണം അയാൾ പെട്ടെന്ന് ഇത് ബ്രേക്ക് ചെയ്തേക്ക് പെട്ടെന്ന് തിരിഞ്ഞു കളഞ്ഞു ബാക്ക് ഡിവൈഡറിലോട്ട്. പരിക്ക് ചെറിയ പരിക്കുകൾ, കയ്യിൽ വേദനകൾ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. കാണിച്ചാലേ മനസ്സിലാവും. എത്ര മണിക്കാണ് സംഭവം നടക്കുന്നത്? ഇപ്പോൾ കുറച്ച് ഈ കളമശ്ശേരി HMT ജംഗ്ഷൻ, ആര്യാസ് ജംഗ്ഷൻ, TVS ജംഗ്ഷനിലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വലിയ അപകടങ്ങളും ട്രാഫിക് ദുരിതവുമാണ് അനുഭവിക്കുന്നത്. ഇവിടെ വൺ വേ ട്രാഫിക് ആക്കിയതിന് ശേഷം സ്ലോ മൂവിങ് ആണെങ്കിൽ ഈ റോഡുകളുടെ മോശാവസ്ഥ ഈ അപകടങ്ങൾക്കും ട്രാഫിക്കിനും വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ മന്ത്രിതലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും നടന്നു വരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അതിന് വേണ്ട മീറ്റിങ്ങുകൾ വിളിക്കുന്നുണ്ട്. മഴ മാറിയാൽ അതിൻ്റെ ഉടനെ തന്നെ റോഡുകൾ നന്നാക്കുമെന്നാണ് നമുക്ക് അധികാരികൾ അറിയിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഇവിടെ കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും വലിയ ദുരിതമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുറകെ ഇത്തരത്തിലുള്ള അപകടങ്ങളും വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഈ TVS ജംഗ്ഷനിലെയും HMT ജംഗ്ഷനിലെയും റോഡുകൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ മഴയ്ക്ക് പെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അത് ശരിയാക്കിയില്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ അപകടങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും ഇനിയും ഇവിടെ ഉണ്ടാവും. എന്തായാലും ക്രെയിൻ ഉപയോഗിച്ച് വാഹനം നേരെയാക്കി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി അവർക്ക് യാത്ര തുടരാൻ. വലിയ അപകടമൊന്നും പറ്റിയില്ല. ഈ HMT ജംഗ്ഷനിലേക്ക് തിരിയുന്ന ഈ ഒരു ഭാഗത്ത് വലിയ അപകടങ്ങളാണ് ഉണ്ടാവുന്നതെന്നാണ് മുൻ കൗൺസിലർ വ്യക്തമാക്കിയത്. അതിന് അടിയന്തരമായി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ ഇനിയും അപകടമുണ്ടാകും. ആളപായം ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഏക കാര്യം. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.